കാസർഗോഡ് ജില്ലയിൽ കടലാക്രമണം രൂക്ഷം. നിരവധി വീടുകൾ തകർന്നു. 70 കിലോമീറ്റർ തീരദേശമുള്ള ജില്ലയിൽ കടൽ ഭിത്തിയും പുലിമുട്ടുമുള്ളത് 20 കിലോമീറ്റർ മാത്രം. തീരസംരക്ഷണത്തിന് സമഗ്ര പദ്ധതി ആവിഷ്കരിക്കാത്തത് കടലേറ്റത്തിന്റെ ആഘാതം കൂട്ടുന്നുവെന്നാണ് വിലയിരുത്തൽ. കടൽക്ഷോഭമുണ്ടാകുമ്പോൾ മാത്രം കണ്ണിൽ പൊടിയിടാൻ ഉള്ളതായി മാറുകയാണ് പല പദ്ധതികളും എന്നുമാണ് ആക്ഷേപം. 80 കിലോമീറ്റർ കടലോരമുള്ള കാസർഗോഡ് ജില്ലയിൽ കടലേറ്റം രൂക്ഷമാണ്. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിരവധി വീടുകളാണ് തകർന്നു പോയത്. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. അതിന് വിഷമാന്ന് കുറേ പോയല്ലേ, ഞാൻ പഞ്ചായത്തിൽ വില്ലേജിലെല്ലാം വിഷമാന്നൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ വിട്ടിട്ട് പോകാൻ സമാധാനമില്ലാണ്. അതുകൊണ്ട് ഇവിടെ ഉണ്ട് അമ്മൻ്റെ ഓർമ്മന്ന് അവരെല്ലാം വിളിക്കുന്നു, ഏട്ടന്മാർ ചേച്ചിമാരെല്ലാം. ഇത് പോകുന്നവരെ ഞാനിവിടെ ഉണ്ടാവണമെന്ന് ഒരു ആശ ഉണ്ടായി. ഇതിപ്പോൾ ഒരു മുറി ഉണ്ടെങ്കിൽ ഞാനിവിടെ ഇരിക്കണമെന്നും ഉണ്ടായി. ഇപ്പോൾ എല്ലാം പോയില്ല, ഇനി എന്താക്കാൻ പറ്റില്ല. കാസർഗോഡ് ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് രൂക്ഷമായ കടൽക്ഷോഭവും കടലാക്രമണവും തുടരുകയാണ്. ഉപ്പള ശാരദാനഗർ, കുമ്പള കോയിപ്പാടി, വലിയപറമ്പ്, ചെറുങ്കൈ, കാവുകോളി തുടങ്ങിയ മേഖലകളിൽ ശക്തമായ തിരമാലകളിൽ റോഡുകളും വീടുകളും തകരുകയും നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാവുകയും ചെയ്തു. ചെറുങ്കൈ കാവുകോളി ഭാഗത്ത് 100-ലധികം മീറ്ററോളം കടൽ കരയിലേക്ക് കയറി റോഡ് പൂർണ്ണമായും തകർന്നു. 200-ലധികം കുടുംബങ്ങളുടെ യാത്രാ സൗകര്യം നിലച്ചു. വലിയപറമ്പ് പഞ്ചായത്തിലെ തീരദേശ കുടുംബങ്ങൾ കനത്ത ഭീഷണിയിലാണ്. ശാരദാനഗറിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു. നിരവധി വീടുകൾ ഇവിടെ കടലെടുക്കുന്ന സാഹചര്യത്തിലാണ്. അപ്പോൾ ഈ വീട് വീണിട്ട് 3 ദിവസമായി. ഇപ്പോൾ ഇത് വീണത് പോയി. അപ്പോൾ ഇനി ഉള്ള കുടുംബങ്ങൾ എങ്ങനെ ജീവിക്കേണ്ടത്? അപ്പോൾ അതിനായിട്ട് ഒരു പരിഹാരം കണ്ടെത്തണം ഞങ്ങൾ പറയാം. ഫിഷറീസ് ഗവൺമെൻറ് 10 ലക്ഷം തരുന്നു പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്താവും? 5 സെൻസ് സ്ഥലം കിട്ടുമോ ഞങ്ങൾക്ക്? ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇതിന് വേണ്ടി ഇനി ഉള്ള വീട്ടുകാരെ ജീവിക്കണമെങ്കിൽ ഇവിടെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന് ഞങ്ങൾ പറയും. 3 വീട് തൊട്ടടുത്തുണ്ട്. ഇന്ന നാളിൽ അത് പോകും. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കേണ്ടത്? ഗവൺമെൻറ് ഒന്നും കൊടുത്തിട്ടില്ലല്ലേ. ഞാൻ കുറേ പോയി. പുനർനിർമ്മാണ പദ്ധതിയിൽ എല്ലാം അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കുമ്പളയിലെല്ലാം ഉണ്ട്. ഫ്ലാറ്റെല്ലാം നോക്കാൻ പോയിട്ടുണ്ടായി ഞാൻ. പക്ഷെ അത് പോയി. 10 ലക്ഷത്തിൽ സ്ഥലമില്ല. ഇപ്പോൾ ലക്ഷം ഉണ്ടല്ലേ സ്ഥലത്തിന്, ചാൻസിന്. എനിവിടെ താമസിക്കാൻ പറ്റില്ല. ഇവിടെ തീരെ പഠിക്കുന്നില്ലല്ലേ. ഈ 10 ലക്ഷം ഫിഷറീസ് ഗവൺമെൻറ് കൊടുത്താൽ എന്തും ഒരു സ്ഥലം വാങ്ങാൻ പറ്റില്ല. ഞങ്ങൾ ഇടത്തൊക്കെ പോകേണ്ടത്. ഞങ്ങൾ തൊഴിലെന്ന് ചെയ്തു. ഇതിനെ വിട്ടിട്ട് ഞങ്ങൾ ആടൊക്കെ പോകേണ്ടത്. ഇതിലേറെ ഞങ്ങൾക്ക് പറയാനൊന്നുമില്ല. കാസർഗോഡ് ജില്ലയിലെ കടൽക്ഷോഭവും തീരശോഷണവും പ്രതിരോധിക്കാൻ സമഗ്രമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാത്തതാണ് കടലേറ്റം രൂക്ഷമാവാൻ കാരണമെന്നാണ് ആക്ഷേപം. 70 കിലോമീറ്റർ ദൂരമുള്ള കടലോര പ്രദേശത്ത് 20 കിലോമീറ്റർ മാത്രമാണ് കടൽ ഭിത്തിയുള്ളത്. പലയിടത്തും ഉപയോഗിച്ച ടെട്രാപാഡ് പുലിമുട്ടും ശക്തമായ തിരമാലയിൽ ഇല്ലാതായി കഴിഞ്ഞു. ഏകീകരിച്ച സമഗ്രമായ പദ്ധതി വഴി മാത്രമേ ശാശ്വതമായ കടലേറ്റ പ്രതിരോധം പൂർത്തിയാക്കാനാവൂ. കേരളത്തിന്റെ സ്വന്തം സൈന്യമെന്ന് ആത്മാഭിമാനം കൊണ്ട മനുഷ്യരുടെ കഥയാണിത്. ഈ കഥ കേൾക്കാൻ സർക്കാർ തയ്യാറാവണം. അടിയന്തരമായ നടപടി ഉണ്ടാവണം. കാസർഗോഡ് നിന്നും ക്യാമറ പേഴ്സൺ സനൽ എളമ്പച്ചിക്കൊപ്പം രതീഷ് വാസ്തേവൻ, ന്യൂസ് മലയാളം.